തിലകവർമ്മ, സൂര്യകുമാർ. രണ്ടുപേരുടെയും സംസാരത്തിലെ വ്യത്യസ്തത നാം കണ്ടതാണ്. ഇന്നലെ മാച്ചിന് ശേഷം തിലകവർമ്മ പത്രസമ്മേളനത്തിൽ വന്നപ്പോൾ പറഞ്ഞ വാക്കുകൾ, സഞ്ജു ഭായ് ഞങ്ങൾക്ക് നല്ല തുടക്കം തന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രഷറില്ലാതെ കളിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതാണ് വാസ്തവമായിട്ടുള്ള കാര്യം. ഇന്നലെ ഇതുവരെയും ഫോം ഔട്ടായി നിന്ന നമ്മുടെ അഭിഷേക് ശർമ്മയ്ക്ക് ഫോമിലേക്ക് തിരിച്ചു വരാനുള്ള മെയിൻ കാരണം അത് സഞ്ജു സാംസൺ കൊടുത്ത ധൈര്യമാണ്. ആദ്യത്തെ 6 അടിച്ചിട്ട് സഞ്ജുവിനെ ഗ്രീറ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ അഭിഷേക് ചോദിച്ചു, ക്യാ ഹോ രഹാ ഭായ്, ബസ് ദേഖോ ഗുമാഹോ ഐസേ ബോൽ ദിയാ, तो मतलब ज़्यादा सोचने का नहीं, കൂടുതൽ ചിന്തിക്കേണ്ട, അടിച്ച് പറത്തടാ മോനെ എന്നാണ് പറഞ്ഞ്. അതാണ് കോൺഫിഡൻസ്. അല്ലെങ്കിൽ ടെക്നിക്കലി ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്, മറ്റ് പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ ചക്കൻ പിന്നെയും പരവേശപ്പെട്ടു പോയേനെ. ആ ചക്കൻ ഇന്നലെ ഒരു 50 അങ്ങ് അടിച്ച് 55 ടോപ്പ് സ്കോറർ. ഇതാണ് സഞ്ജുവിൻ്റെ ക്യാച്ച് ഉണ്ടായിരുന്നു, അതിമനോഹരമായ ക്യാച്ച്. എന്താ ഡൈവ്, എന്താ റിഫ്ലക്ഷൻ, ബോള് സെക്കൻഡ്സിൻ്റെ അകത്താണ് ആ റിഫ്ലക്ഷൻ ജമ്പ് വരുന്നത്. അത് ഹൗ ഫാർ ഒരു ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നത് കാണണം. അതൊക്കെ സെക്കൻഡ്സിൻ്റെ അകത്താണ്. ഇത് ഈ ടി വിയിൽ റീപ്ലേയിലോ മറ്റുള്ള കാണുമ്പോഴൊന്നും നമുക്കതിൻ്റെ യഥാർത്ഥ ഫീൽ മനസ്സിലാവില്ല. ആ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ അത് അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം അതിൻ്റെ ഒരു സ്പീഡ് ഇതും എല്ലാം. ഓവറോൾ സൂപ്പർ. ഇന്ത്യ സെക്കൻഡ് ഹയസ്റ്റ് നേടിയിരിക്കുകയാണ് ടോട്ടൽ സ്കോറിൽ. 2 കളിയും ഇന്ത്യ 200 ക്രോസ് ചെയ്ത് സഞ്ജുവിൻ്റെ ഓപ്പണിംഗ് പാർട്ണർഷിപ്പിലാണ്. 2 പാർട്ണർഷിപ്പും വന്നത് സഞ്ജുവിൻ്റെ ഓപ്പണിംഗ് പാർട്ണർഷിപ്പിലാണ്. ഒന്ന് അഭിഷേകിന് ഒപ്പം കഴിഞ്ഞ കളിയിൽ, മറ്റത് ആദ്യത്തെ കളിയിൽ മീൻസ് നബീവിക്ക് എതിരെയുള്ള കളിയിൽ ഇഷാൻ കിഷനൊപ്പം. അപ്പോൾ സഞ്ജുവിൻ്റെ ഇമ്പോർട്ടൻസ് ടീമിന് എല്ലാവർക്കും തന്നെ മനസ്സിലായി. പത്രക്കാർക്കടക്കം മറ്റ് പല ക്രിക്കറ്റ് പണ്ഡിതന്മാർക്കും. സുനിൽ ഗവാസ്കറൊക്കെ പറഞ്ഞു അവൻ ടീമിന് വേണ്ടി കളിച്ചു, രവിശാസ്ത്രി പറഞ്ഞു അവൻ ടീമിന് വേണ്ടി കളിക്കും. ഇതാണ് സഞ്ജു. പക്ഷെ മലയാളിക്ക് അറിയില്ല പലർക്കും.